നമസ്കാരം. നമസ്കാരം. ഇപ്പം വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നു. വെള്ളാപ്പള്ളിക്കെതിരെയുള്ള നടപടിയായിട്ട് കഴിഞ്ഞ സർക്കാരും വല്ലാണ്ട് മുമ്പോട്ട് പോയിരുന്നില്ല. ഇപ്പം നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് രംഗത്ത് വരുന്നു. 2 ആഴ്ചക്കുള്ളിൽ എല്ലാ കുറ്റപത്രം സമർപ്പിക്കണമെന്ന് പറയുന്നു. നമ്മളിതിൻ്റെ ഒരു കാലം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2025 ജൂലൈ 21-നാണ് മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ മരിക്കുന്നത്. അടുത്ത മാസം ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹം മരിച്ചിട്ട് 1 വർഷം തികയാണ്. കാലത്തിൻ്റെ കാവ്യനീതി എന്നോണം അദ്ദേഹമാണ് ആദ്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്ത് വരുന്നത്, മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നതൊക്കെ. പിന്നീട് 2016 മുഖ്യമന്ത്രിയായിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ രംഗത്ത് വരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഈ കുറ്റവാളിയായ വെള്ളാപ്പള്ളി നടേശനെ പിന്നീട് കാറി കയറ്റി പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം കാലത്തിൻ്റെ കാവ്യനീതി എന്നോണം 1 വർഷം തികയുമ്പോൾ വെള്ളാപ്പള്ളിക്ക് കുരുക്കായിട്ട് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നെല്ലാം ഇപ്പോൾ ജസ്റ്റിസ് ഈ പുതിയ കോടതി ജഡ്ജിൻ്റെ ഭാഗത്തു നിന്നെല്ലാം രംഗത്ത് വരുന്നത്. എങ്ങനെയാണ് ഈ വിഷയം കാണുന്നത്? അതായത് വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്നുള്ളൊരു ചൊല്ലുണ്ട്. ഇതേപോലെയാണ് വി.ഡി. സതീശൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ബദറുദ്ദീൻ സുപ്രധാനമായ ഇടിവെട്ട് വിധിയിലൂടെ കേരളത്തിൻ്റെ സാമുദായിക വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള മൈക്രോ ഫിനാൻസ് കേസുകൾ 2 ആഴ്ചക്കുള്ളിൽ തീർപ്പാക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പൂർത്തിയാക്കി കേസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കണം. കേസിൽ കൃത്യമായിട്ട് അത് അന്വേഷണം നടത്തി 15 ദിവസം കൂടി സമയം തരും. ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. MS സനിൽ മാരാരിക്കുളം കൊടുത്ത കേസിലാണ് ഇപ്പോൾ ഈ സുപ്രധാന വിധി ഉണ്ടായിരിക്കുന്നത്. അതായത് ദൈവമുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വിധി. നമുക്കറിയാം, കേരളത്തിൽ വി.ഡി. സതീശനെ ബഫൂണെന്നും തട്ടിപ്പുകാരനെന്നും ഒന്നിനും കൊള്ളാത്തവനെന്നും എന്ന് പറഞ്ഞ് പരിഹസിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിൽ 100-ൽ പരം സീറ്റ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹം SNDP സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കും. വി.ഡി. സതീശൻ ബഫൂണാണെന്ന് പറഞ്ഞത് അന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ഒരു മണ്ണാങ്കട്ടയിൽ നടക്കാൻ പോലുള്ള പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്നാണ് വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. എന്നാൽ 100-ൽ 102 സീറ്റ് കിട്ടി വി.ഡി. സതീശന്. അതോടൊപ്പം അദ്ദേഹത്തിന് അധികാരവും കിട്ടി. അദ്ദേഹം മുഖ്യമന്ത്രിയായി. ആ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് പറഞ്ഞ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ എന്നാണ്. പക്ഷേ ജനങ്ങൾ വെള്ളാപ്പള്ളിയുടെ വാക്കുകളൊന്നും കേട്ടില്ല. SNDPയുടെ അണികൾ പോലും, കേരളത്തിലെ ഈഴവർ പോലും വി.ഡി. സതീശന് ഭയങ്കര പിന്തുണ പ്രഖ്യാപിച്ചു. ശ്രീനാരായണീയർ ഒറ്റക്കെട്ടായി വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ ഏറ്റവും ഫൈറ്റ് ചെയ്ത ഒരാൾ വി.എസ്. അച്യുതാനന്ദൻ എന്നുള്ളതാണ് നമുക്കറിയാം. അദ്ദേഹമാണ് മൈക്രോ ഫിനാൻസ് കേസെടുക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കേരളത്തിൽ വെള്ളാപ്പള്ളിയെക്കുറിച്ച് ആദ്യമായി തട്ടിപ്പുകാരനാണെന്ന്, മാഫിയ തലവനാണെന്ന് പറഞ്ഞ് വാർത്ത ചെയ്തത് ക്രൈമാണ്. അത് ഇന്നും ഇന്നലെയല്ല, 1998-ലാണ്. അദ്ദേഹം ഇവിടെ നിന്ന് മണ്ണെണ്ണയും അതേപോലെ പെട്രോളും ഡീസലും എല്ലാം LTTക്ക് ശ്രീലങ്കയ്ക്ക് കൈമാറുന്നു. രാമേശ്വരം വഴി അവർ കള്ളനോട്ട് അടിച്ച് ഇവർക്ക് കൊടുക്കുന്നു. ആ കള്ളനോട്ട് ഇവിടെ വിതരണം ചെയ്യുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്നായിരുന്നു ക്രൈം പുറത്തു കൊണ്ടുവന്ന വാർത്ത. മാത്രമല്ല, അദ്ദേഹം റെയിൽവേ കോൺട്രാക്ടർ എന്നുള്ള നിലയിൽ പല മണ്ണിൻ്റെ അടിയിലും ആളുകളെ കൊന്ന് കുഴിച്ചു മൂടുന്നു എന്ന് പറയുന്ന വാർത്തയും ക്രൈം പറഞ്ഞിരുന്നു. ആ വാർത്തയ്ക്കെതിരെ എനിക്കെതിരെ കേസ് അദ്ദേഹം കൊടുത്തു. പക്ഷേ അദ്ദേഹം എനിക്കെതിരെ 10 കോടി രൂപ നോട്ടീസ് അയച്ചു. അന്ന് 10 കോടി എന്ന് പറഞ്ഞാൽ 98-ൽ വലിയ എമൗണ്ടാണ്, 100 കോടിക്ക് തുല്യമാണ്. ആ കേസിൽ ഞാൻ അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ മേനോൻ മുഖേന മറുപടി അയച്ചു. പിന്നെ അദ്ദേഹത്തിന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല, കേസും കൊടുത്തില്ല. അതോടുകൂടി അദ്ദേഹം പേടിച്ചരണ്ട് പിന്നോട്ട് മാറി. എന്നെ കൊല്ലാൻ വേണ്ടി അദ്ദേഹം ഗുണ്ടകളെ ഏൽപ്പിക്കുന്നു എന്നുള്ള വാർത്ത വന്നു. CATU അത് ഇടപെട്ടു. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അദ്ദേഹത്തെ പിടിച്ച അദ്ദേഹത്തെയും ഭാര്യയെയും അതേപോലെ തിരിച്ചടിക്കുമെന്നുള്ള മറുപടി കേട്ടപ്പോൾ അദ്ദേഹം പിൻവാങ്ങി. ഇതേപോലെ അദ്ദേഹം മറ്റൻ കേസിൽ അദ്ദേഹം സ്പിരിറ്റ് കള്ളക്കച്ചവടം നടത്തിയതിൻ്റെ രേഖകളും ഞാൻ പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം മദ്യക്കച്ചവടക്കാരനാണ് എന്നുള്ളതാണ് ഞാൻ പുറത്തുവിട്ടത്. ഇതാണ് കേരളത്തിൽ ആദ്യമായി വെള്ളാപ്പള്ളിയെക്കുറിച്ച് വന്ന വാർത്ത. അന്ന് സധൈര്യം ക്രൈമിൻ്റെ കവർ പേജിൽ കൊടുത്ത ലക്ഷക്കണക്കിന് കോപ്പികളാണ് ചെലവഴിഞ്ഞത്. അദ്ദേഹത്തിന് ഭയങ്കര വരണ്ടു പോയിരുന്നു. കാരണം ആൺകുട്ടികളുണ്ട് കേരളത്തിൽ വെള്ളാപ്പള്ളിയെക്കുറിച്ച് മിണ്ടാൻ. അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ പതനത്തിൻ്റെ കഥ.
അദ്ദേഹത്തിനെതിരെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. എന്താണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്? അതായത് പിന്നോക്ക വികസന കോർപ്പറേഷൻ കുറഞ്ഞ പലിശയ്ക്ക് ഫണ്ട് കൊടുത്ത് ആ ഫണ്ട് മുന്തിയ പലിശയ്ക്ക് വട്ടി പലിശയ്ക്ക് സാധാരണ SNDP പ്രവർത്തകർക്ക്, അതായത് ഈടവർക്ക് കൊടുക്കുകയും അവരുടെ വീടും സ്ഥലവുമൊക്കെ ജപ്തി ചെയ്യുകയും അങ്ങനെ അത് വലിയ തട്ടിപ്പാണെന്ന് പറയുന്ന ഒരു സംഭവമാണ് VS അച്യുതാനന്ദൻ പുറത്തു കൊണ്ടുവന്നത്. ഏകദേശം 127ഓളം കേസുകളാണ് പോലീസ് കേസെടുത്തത്. പിണറായി വിജയൻ വന്ന ശേഷം VS അച്യുതാനന്ദൻ കേസ് കൊടുത്തെങ്കിലും പിണറായി വിജയൻ വന്ന ശേഷം വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തുന്നതാണ് കണ്ടത്. ഈ തട്ടിപ്പിൽ പിണറായി വിജയനും കൂടെ പങ്കാളിയാവുകയും വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചു. അങ്ങനെ കഴിഞ്ഞ 10 വർഷമായിട്ട് വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തി പിണറായി വിജയനെ എല്ലാ സകല തോന്നിവാസങ്ങളും തീർത്തു. നമുക്കറിയാം, അദ്ദേഹത്തെ വെള്ളാപ്പള്ളിയെ ശബരിമല അയ്യപ്പ സംഗമത്തിൽ കൂടെ ചേർത്ത് അതിൽ പിണറായി വിജയൻ ഔദ്യോഗിക കാറിൽ പോലും കയറ്റി കൊണ്ടുപോകുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. കേരളത്തിൽ വർഗീയ വിഷം തുപ്പുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ വളരെ വൾഗറായി വർഗീയ വിഷം തുപ്പുന്ന ഒരു നേതാവാണ് SNDP നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ പലർക്കും പേടിയാണെങ്കിലും VD സതീശന് ആ പേടിയുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, തിണ്ണനിറങ്ങാൻ ഇത്തരത്തിലുള്ള സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകരുത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം, പല ആളുകളും മന്ത്രിയായ ശേഷം വെള്ളാപ്പള്ളിയെ പോയി കണ്ട് തിണ്ണനിറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ സാധാരണ UDF നേതാക്കന്മാർക്ക്, സാധാരണ പ്രവർത്തകർക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഈ കേസ് 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. 10 വർഷവും പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലം വെള്ളാപ്പള്ളിയെയും മകനെയും തൊടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കടിച്ചുകുളങ്ങര SNDP സെക്രട്ടറി ആയിരുന്ന KK മഹേഷിൻ്റെ പേരിൽ ഈ കേസുകളെല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാനായിരുന്നു വെള്ളാപ്പള്ളിയുടെ നീക്കം. എന്നാൽ KK മഹേഷ് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് 31 പേജുള്ളൊരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെക്കുകയുണ്ടായി. എൻ്റെ കോപ്പി എൻ്റെ കൈവശമുണ്ട്. അത് പൂർണ്ണ രൂപത്തിൽ ഞാൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിൽ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമാണ് ഇതിലെ പ്രതികൾ. മാത്രമല്ല, അവർ കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ മരണത്തിന് ഉത്തരവാദി കൃത്യമായി മരണക്കുറിപ്പായി അത് എഴുതി വെച്ചത് വെള്ളാപ്പള്ളിയുടെയും മകൻ്റെയും പേരാണ്. എന്നാൽ പോലീസ് അതിൽ യാതൊരു നടപടി എടുത്തില്ല. സാധാരണ മരണക്കുറിപ്പ് എഴുതി വെച്ചാൽ അന്വേഷണം നടത്തി കൃത്യമായി വെള്ളാപ്പള്ളിയെയും അതേപോലെ മകനെയും അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. 10 വർഷമായി നടത്തിയില്ല. ഈ അടുത്ത കാലത്ത് VS സുധീരനാണ് അതിനകത്ത് നടപടി വേണമെന്നാണ് പരാതി കൊടുത്തത്. ഇപ്പോഴിതാ ദൈവം തുണയായിക്കൊണ്ട് VD സതീശന് ഹൈക്കോടതി ജസ്റ്റിസ് ബദ്രുദ്ദീൻ വിധി പറഞ്ഞിരിക്കുന്നു. വെള്ളാപ്പള്ളിയെക്കെതിരെയുള്ള കേസുകൾ 15 ദിവസം കൊണ്ട് തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് VD സതീശൻ അധികാരത്തിൽ വന്ന ശേഷം ആദ്യം തീരുമാനമെടുത്ത എന്താണ്, KSU വിദ്യാർത്ഥികളെ ആലപ്പുഴയിൽ വെച്ച് പിണറായി വിജയൻ്റെ ഗൺമാൻമാർ ക്രൂരമായി മർദ്ദിച്ച രംഗം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വീഡിയോസ്. അതിൽ നടപടി വേണം എന്ന് പറഞ്ഞിട്ട്, തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ആലപ്പുഴ ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. ആ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിൽ കൃത്യമായി ഇവരെക്കെതിരെ തെളിവുകൾ ഹാജരാക്കിയിരുന്നു. അവിടുത്തെ ഇപ്പോഴത്തെ MLA അദ്ദേഹം കൃത്യമായി വീഡിയോ അടക്കമാണ് കോടതിയിൽ ഹാജരാക്കി. കോടതി അത് കണ്ട് ഞെട്ടുകയും ഈ ഗൺമാൻമാർക്കെതിരെയും അതേപോലെ കൃത്യമായി അതിൻ്റെ പിന്നിലുള്ള ആളുകൾക്കെതിരെയും കൃത്യമായി കേസെടുക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. അതിൽ ഇമ്മീഡിയറ്റ് അതിൻ്റെ അകത്ത് ആദ്യത്തെ തീരുമാനം എന്നുള്ള നിലയിൽ VD സതീശനെടുത്ത തീരുമാനം അതായിരുന്നു. ഇപ്പോഴിതാ VD സതീശനെ പരസ്യമായി വെല്ലുവിളിക്കുകയും പരസ്യമായി പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത വെള്ളാപ്പള്ളിക്കെതിരെ കൃത്യമായി നടപടിയെടുക്കാൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ദൈവം തുണ എന്ന് പറയുന്നതൊക്കെ തന്നെ, കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നതൊക്കെ തന്നെയാണ്. 127 കേസുകളിൽ 127 കേസുകൾ അതിൽ വെള്ളാപ്പള്ളിയും മകനും നിർബന്ധമായി അകത്താവും. അതേപോലെ അതിൻ്റെ പ്രസിഡന്റ് സോമനും അകത്താകുന്ന ഒരു കേസാണ്. 15,000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. നിർബന്ധമായും ഈ കേസിൽ വെള്ളാപ്പള്ളി നടേശൻ അകത്താകും. അത് ദൈവത്തിൻ്റെ ഒരു തിരിച്ചടി തന്നെയാണ്. VD സതീശന് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു മടിയും കൂടാതെ വെള്ളാപ്പള്ളി നടേശനെയും മകനെയും അകത്താക്കാം. ഇതിലിപ്പം മിഞ്ഞാന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു കാര്യം, ഇത് VN സുധീരൻ അദ്ദേഹത്തോട് വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്ന ഒന്നാണ് എന്നുള്ളതും അതിന് മറുപടി എന്നോളം ഇന്നലെ VM സുധീരൻ പറഞ്ഞത്, എനിക്കങ്ങനെ വെള്ളാപ്പള്ളിയോട് വ്യക്തിപരമായിട്ട് യാതൊരുവിധ കുഴപ്പമില്ല, പക്ഷേ അദ്ദേഹം ഈ ചെയ്തതുപോലെ സ്വന്തം സമുദായത്തിൻ്റെ അനുയായികളുടെ പണം എടുത്തുകൊണ്ട് അതേ സമുദായത്തെ വഞ്ചിച്ചു എന്നുള്ള കാര്യത്തോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ എന്നുകൂടി പറയും. പക്ഷേ ഇതിന് മറുപടി എന്നുള്ള വീണ്ടും വെള്ളാപ്പള്ളി പറയുന്നത് VM സുധീരൻ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കാൻ അദ്ദേഹമാണ് ഈ കേസെല്ലാം കുത്തിപ്പോക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അല്ല, കേസുകൾ സത്യസന്ധമാണെങ്കിൽ കുത്തിപ്പൊക്കെ തന്നെ വേണം. ഞാൻ പല കേസുകളും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ആളല്ല. കവിയൂർ കേസാണെങ്കിലും ലാവ്ലിൻ കേസാണെങ്കിലും. അതേപോലെ VS സുധീരൻ
കൃത്യമായി നടപടികളുമായി മുന്നോട്ട് പോയി അനന്ത തെറ്റ് അദ്ദേഹം പരാതി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ആത്മഹത്യക്കുറിപ്പ് എൻ്റെ കൈവശമുണ്ട്. ആത്മഹത്യക്കുറിപ്പ് പൂർണ്ണ രൂപത്തിൽ നമുക്ക് പ്രസിദ്ധീകരിക്കാം. ആ പൂർണ്ണ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് എത്ര ഭീകരനായ മാഫിയ തലവനാണെന്ന് പറയാം. മറ്റുള്ളവരെ കൊല്ലിക്കുകയും തല്ലിക്കുകയും അങ്ങനെ തട്ടിപ്പ് നടത്തുകയും അങ്ങനെ SNDP കോളേജുകളിൽ നടക്കുന്ന നിയമനങ്ങളിലൂടെയും മറ്റൊരു 10,000-കണക്കിന് കോടി രൂപയാണ് തട്ടിയെടുത്തത്. ആ തട്ടിയെടുത്ത വെള്ളാപ്പള്ളി ജയിലിൽ കിടക്കേണ്ട ആളാണ്. ആരെ പോലെ? പിണറായി വിജയനെ പോലെ. എന്തായാലും പിണറായി വിജയൻ്റെ മകൾ എന്തായാലും ഉടനെ അറസ്റ്റിലാകും. അതോടൊപ്പം തന്നെ നമ്മൾ തൊട്ടടുത്തായി കാണാൻ പോകുന്നത് പോരം നമ്മുടെ വെള്ളാപ്പള്ളിയും മകനും അകത്താകാൻ പോകുന്നു എന്നുള്ളത്. ഇത്രയും കാലം രാഷ്ട്രീയ കളി കളിച്ച് സമുദായത്തെ വെച്ച് ഒരു ഭാഗത്ത് BJPയുടെ സപ്പോർട്ട് ഉണ്ടാക്കാൻ BDS ഉണ്ടാക്കി, എന്നിട്ട് BJPയോടൊപ്പം ചേർന്നു, ഈ മറുഭാഗത്ത് പിണറായിയോടൊപ്പം ചേർന്നു. അങ്ങനെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇത്രയും കാലം രക്ഷപ്പെട്ട വെള്ളാപ്പള്ളിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഹൈക്കോടതി വിധി. ശരിക്കും VD സതീശനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ബദറുദ്ദീൻ്റെ വിധി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും.